ഈ 3 തീയതികൾ സെപ്റ്റംബർ മാസം 13-ാം തീയതി ഇപ്പോൾ കേരളത്തിൽ ഒരു വിവാദം ഉണ്ടായാൽ കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകുക എന്നുള്ളതിനപ്പുറത്ത് ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണ കുറിപ്പ് നൽകുക, ഡൽഹി മീഡിയയെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. സെപ്റ്റംബർ മാസം 21-ാം തീയതി കേരളത്തിലെ മീഡിയയോട് മുഖ്യമന്ത്രി ഈ കള്ളക്കടത്തിന്റെ കണക്ക് പ്രദേശം തിരിച്ചു പറയുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ദേശദ്രോഹം, ദേശവിരുദ്ധത തുടങ്ങിയ വാക്കുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ സ്പെസിഫിക്കായി കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ സ്വർണത്തിന്റെയും ഹവാലയുടെയും കണക്ക് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 29-ാം തീയതിയാണ് ഹിന്ദു ദിനപത്രത്തിൽ ഈ അഭിമുഖം വരുന്നത്. അതിലാണ് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഈ കള്ളക്കടത്ത് പണം ഉപയോഗിക്കുന്നു എന്ന പരാമർശം വന്നത്, വലിയ വിവാദമായത്. വളരെ ആസൂത്രിതമായി ഇങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാനുള്ള ശ്രമം സ്പഷ്ടമാണ്. അതിന്റെ പിന്നിൽ എന്താണ്? അതിൽ അസ്വാഭാവികമായി ഒന്നും ഇല്ല എന്നാണോ? മുഖ്യമന്ത്രിയെ പെടുത്തിയതാണെങ്കിൽ അക്കാര്യത്തിൽ അന്വേഷണം വേണ്ടേ? മുഖ്യമന്ത്രിയുടെ വായിൽ ഇത് തിരികിയതാണ് എങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നത് പരിശോധിക്കപ്പെടേണ്ടേ? എന്തുകൊണ്ടാണ് ഒരു തരത്തിലുള്ള പരിശോധനയും വേണ്ട? PR ഏജൻസിക്കാരന് എന്തുകൊണ്ട് ഈ കടലാസ് കൊടുത്തു, എന്തുകൊണ്ട് ദ ഹിന്ദു അത് പ്രസിദ്ധീകരിച്ചു എന്ന പരിശോധന വേണ്ട എന്ന ശാഠ്യം മുഖ്യമന്ത്രി പിടിക്കുന്നത്? അല്ല അഭിലാഷ്, ഇതിൽ നിങ്ങൾ മാധ്യമങ്ങളും ചില വിമർശകരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ചില പ്രത്യേക നറേറ്റീവിലേക്കാണ്. ആ നറേറ്റീവിലേക്ക് എത്തുന്നതിനു വേണ്ടി നിങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ RSSന്റെ ചട്ടകവുമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ RSS കാര്യാലയത്തിന് ഇപ്പോൾ അഭിനക ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചാൽ RSS കാര്യാലയത്തിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ളത് വരുത്തി തീർക്കുന്നതിനും നിങ്ങൾക്ക് ഇങ്ങനെ വിവാദങ്ങൾ പുകമറയായി സൃഷ്ടിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ കൂടി സഫലീകരണത്തിനു വേണ്ടിയാണ് ഇത് പറയുന്നത്. വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അഭിലാഷ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എങ്ങനെയാണ് ദില്ലിയിൽ വെച്ച് മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൻ്റെ ശ്രീമതി ശോഭന നായർക്ക് ഒരു അഭിമുഖം കൊടുക്കാനിടയായ സാഹചര്യം എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ ബോധ്യങ്ങളുള്ളതാണ്. പലപ്പോഴും മുഖ്യമന്ത്രി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് മാധ്യമങ്ങളുമായി സംവദിക്കാറുണ്ട്. ഇക്കാര്യത്തിലൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിന് വേണ്ടി ഹിന്ദു ശ്രമിക്കുകയും ആ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ഹിന്ദുവിന് നൽകുകയും ചെയ്തു എന്നുള്ളതും അതിൻ്റെ സാഹചര്യമാണ്. പക്ഷെ അതിൽ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ അപകടകരമായ ചില ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഹിന്ദു വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. കേസൺ എന്ന ഏജൻസി കേരള മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘടിപ്പിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു. അതായത് ഹിന്ദു എന്ന ദിനപത്രത്തെ കേസൺ എന്ന ഏജൻസിയാണ് കേരള മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് സമീപിക്കുന്നത്. അതിനുശേഷം ഈ സ്ഥാപനത്തിന്റെ 2 പ്രതിനിധികൾ കൂടി ഇരുന്ന ഇന്റർവ്യൂ ആണ് നടന്നത്. മുഖ്യമന്ത്രി തന്നെ ഇന്നത് സമ്മതിച്ചല്ലോ. ശോഭന കെ നായരുമായി ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കെ ഒരാൾ ആ റൂമിലേക്ക് വന്നു. ആരാണെന്നൊന്നും ഞാൻ നോക്കിയില്ല എന്ന് മുഖ്യമന്ത്രിയാണ് പറയുന്നത്, ഓർക്കണം. മുഖ്യമന്ത്രിയുടെ റൂമിലേക്ക് അങ്ങനെ വഴിയെ പോകുന്ന ആൾക്കാരൊക്കെ കടന്നു വരാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അഭിലാഷിനറിയാലോ, കേരള ഹൗസിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വാഭാവികമായും കേരള ഹൗസിനുമായി വളരെ നിരന്തരം ബന്ധമുള്ള ആളുകൾക്ക് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കും മുഖ്യമന്ത്രി ഇന്റർവ്യൂ നടത്തിയിരുന്ന മുറിയിലേക്കും വരുന്നതിനുള്ളൊരു സാഹചര്യമുണ്ട്. ഇവിടെ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താ? മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു എന്നാണോ? മുഖ്യമന്ത്രി പറഞ്ഞത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ബാധ്യത ഉണ്ടാവുന്നില്ല? നിങ്ങൾ അതെന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? മറിച്ച് ഇപ്പോൾ നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട് എന്ന് പറയുന്ന ഹിന്ദു ദിനപത്രം പറയുന്നു, അതിൽ കള്ളത്തരം ഉണ്ടാവണമെന്നില്ല. ഒരുപക്ഷെ കൈസൻ തന്നെ ആയിരിക്കാം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എല്ലാ ഭാഗവും സത്യമാവാൻ ഹിന്ദു വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് പ്രൊഫഷണൽ എത്തിക്സ് പാലിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവർ വളരെ കൃത്യമായി പറഞ്ഞു, കേസൺ എന്ന ഏജൻസി ഞങ്ങളെ സമീപിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ പ്രൊഫഷണലിസത്തിന് വിരുദ്ധമായ ഒരു കാര്യം ഉണ്ടായത്. മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം, ഈ കൂടെ ഉണ്ടായിരുന്ന PR എക്സിക്യൂട്ടീവുകളുടെ നിർദ്ദേശപ്രകാരം അതിൽ കൂട്ടിച്ചേർത്തു എന്ന കാര്യത്തിൽ മാത്രമാണ് അവർക്ക് അവരുടെ എത്തിക്സിൽ വീഴ്ച സംഭവിച്ചത് എന്ന ബോധ്യമുള്ളത്. അതിനപ്പുറത്ത് ഇപ്പോൾ ഹിന്ദുവിനെ മാത്രമല്ല, ഹിന്ദുസ്ഥാൻ ടൈംസിനെയും എക്കണോമിക് ടൈംസിനെയും ഇതുപോലെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ മാധ്യമങ്ങളെ കേരള മുഖ്യമന്ത്രിയുടെ അഭിമുഖം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ലോബി ചെയ്യാൻ ആരാണ് ഈ സുബ്രഹ്മണ്യൻ, അല്ലെങ്കിൽ ആരാണ് ഈ കേസൺ ഏജൻസി? മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾ ഇവരെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന്. മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടില്ല, സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടില്ല, പിന്നെ ആര് ഇവരെ ചുമതലപ്പെടുത്തി? കേസൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രൊഫഷണൽ ഏജൻസികൾ പെടുന്ന ഒരു ഏജൻസിയാണ്. അവർ സ്വമേധയാ വെറുതെ എന്നാൽ കേരള മുഖ്യമന്ത്രിക്ക് കുറച്ച് ഇമേജ് ഉണ്ടാക്കി കൊടുത്തു കളയാം, കേരള മുഖ്യമന്ത്രിക്ക് വേണ്ടി കുറച്ച് ഇന്റർവ്യൂവിന്റെ സ്പേസ് വാങ്ങിച്ചു കളയാമെന്ന് തീരുമാനിക്കുമോ? അഭിലാഷ്, ഇതിൽ ഇടതുപക്ഷ ബോധ്യവും ഇക്കാര്യത്തിലൊരു ഏറ്റവും പരമപ്രധാനമാണ്. ഇടതുപക്ഷ നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ജനകീയ വിഷയങ്ങളിൽ താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവരുടെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ PR വർക്കുകൾ നടത്തപ്പെടുന്നത്.
അല്ലാതെ ഒരു പബ്ലിക് റിലേഷൻ ഏജൻസിയുടെ സഹായത്തോടു കൂടി മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ 6.5 പതിറ്റാണ്ടുകളുടെ പൊതുജീവിതം തന്നെ പരിശോധിക്കുന്ന ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മാധ്യമങ്ങളുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും PR മൂർത്തമായ ഉത്തരമല്ലേ വേണ്ടത്, അല്ലാതെ അമൂർത്തമായ ഉത്തരം കൊണ്ട് അദ്ദേഹം പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമുക്ക് ഇവിടെ സ്പെസിഫിക് ആയി നമ്മുടെ മുമ്പിൽ ചില ഫാക്ട്സ് ഉണ്ട്, അതിനെ നമുക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ അക്കാര്യത്തിൽ വിജയം നിൽക്കുന്നത്.